ഞാൻ പ്രസിഡൻ്റാണ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുള്ളത്, ഒന്ന് തമ്പുരാൻ ക്ഷേത്രവും ഒന്ന് ദേവീക്ഷേത്രം. തമ്പുരാൻ ക്ഷേത്രത്തിലാണ് ഉലകുടയ പെരുമാളായ തമ്പുരാൻ്റെ പ്രതിഷ്ഠ. പിന്നെ തമ്പുരാൻ്റെ ഉപദേവത പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന ചടങ്ങുകളെന്ന് പറയുന്നത് ഊട്ട്, പാട്ട്. വർഷത്തിൽ 9 ദിവസമാണ്, അതിൽ 7 ദിവസം ഉത്സവമാണ്. അതായത് 7ാമത്തെ ദിവസമാണ് ഘോഷയാത്ര ചടങ്ങ് നടക്കുന്നത്. അന്ന് 3 ഏരിയയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് രതീഷ് എന്നാണ്, ക്ഷേത്രത്തിലെ ജനറൽ സെക്രട്ടറിയാണ്. എനിക്ക് പറയാനുള്ളത് തമ്പുരാൻ ക്ഷേത്രത്തെക്കുറിച്ചാണ്. തെക്കൻ കേരളത്തിൽ വളരെ വിരളമായി കാണപ്പെടുന്ന സാകാര പ്രതിഷ്ഠ കൊണ്ട് ഉള്ളൊരു ക്ഷേത്രമാണ് തച്ചപ്പള്ളി ഊരൂട്ടുമണ്ഡപ ദേവീ ക്ഷേത്രം. പടയോട്ടം തമ്പുരാൻ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന, അത് പ്രത്യേകിച്ചും ഉലകുടയ പെരുമാൾ തമ്പുരാൻ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെന്നാലും ഈ ഉലകുടയ പെരുമാൾ തമ്പുരാൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു ആചാരമാണ് ഈ പടയോട്ടം. ഈ പടയോട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പടയോട്ടം രാജാവ് 33 വയസ്സ് വരെ മാത്രം ജീവിച്ചൊരു ആളാണ്. ഒരു ചരിത്ര പുരുഷനായിട്ടാണ് തമ്പുരാന് കാണപ്പെടുന്നത്. അദ്ദേഹം മധുര രാജവംശമായിട്ട് യുദ്ധം ചെയ്യുന്നതിൻ്റെ അനുസ്മരണമായിട്ടാണ് ഈ പടയോട്ടം നടത്തുന്നത്. ഇതിൽ ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഇന്ന് നടന്ന 2ാമത്തെ ദിവസത്തെ പടയാണ്. ഇന്നലെ ഒരു ചെറിയ പടയുണ്ടായിരുന്നു, ഇന്ന് വെളുപ്പിന് ഒരു പടയുണ്ടായിരുന്നു. അത് രാജാവിൻ്റെ ദൂതൻ ഈ യുദ്ധഭൂമിയിൽ കാര്യങ്ങൾ വീക്ഷിക്കാൻ പോകുന്ന ഒരു ഐതിഹ്യമാണ് അതിന് പറയുന്നത്. ഇത് അന്വേഷിക്കാൻ പോകുന്ന ആൾ ചെറിയ വൈകല്യങ്ങളൊക്കെ പറ്റി തിരിച്ച് വന്ന് രാജാവിനോട്, അതായത് തമ്പുരാനോട് അതിൻ്റെ യുദ്ധഭൂമിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും പറയുന്നു. അതിൻ്റെ ആ യുദ്ധഭൂമിയിൽ തമ്പുരാൻ അവിടുത്തെ പടയാളികളെ തോൽപ്പിക്കാൻ വേണ്ട സന്നാഹം ഒരുക്കി പിന്നെ യഥാർത്ഥ പടയായിട്ട് പോകുന്നതാണ് ഇന്നിപ്പോൾ നടന്ന ഈ 2ാം ദിവസത്തെ ഈ പട.
ഈ നാടിൻ്റെ 3 കരകളിൽ നിന്നാണ് ഈ ഘോഷയാത്ര ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്. വളരെ ഏകോപനത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് സംഘടിപ്പിച്ച് ഈ ക്ഷേത്ര പരിസരത്ത് എത്തിക്കുന്ന ഈ ഘോഷയാത്ര കാണുവാൻ നിരവധി ദേശങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ക്ഷേത്രോത്സവത്തിൻ്റെ വിജയം എന്ന് തന്നെ വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാൻ കഴിയുന്നതാണ്. ഓരോ കരകളിൽ നിന്നും എത്തിച്ചേരുന്ന ഘോഷയാത്രയെ അതാത് സ്ഥലങ്ങളിലേക്ക് ചിട്ടപ്പെടുത്തി എല്ലാവർക്കും വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് നമ്മുടെ ഈ ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിട്ടുള്ളത്. അന്നദാനവും സമൂഹ സദ്യയും എല്ലാവർക്കും പങ്കെടുക്കുന്നതിന് ഉള്ള ഒരു സാഹചര്യവും നമ്മൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രോത്സവത്തിൻ്റെ വിജയത്തിനായി തമ്പുരാൻ സേവാ സംഘം എന്ന പേരിലുള്ള ഒരു സംഘടന ഈ നാട്ടിലെ നിരവധി ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഉത്സവം വളരെ മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഈ തമ്പുരാൻ സേവാ സംഘം അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രങ്ങളിലും പുഷ്പാലങ്കാരം നടത്തിയും മറ്റ് ദീപക്കാഴ്ചകൾ ഒരുക്കിയും ഈ ഘോഷയാത്ര ഇവിടെ സംഗമിക്കുന്ന സമയത്ത് മനോഹരമായ ആകാശവിസ്മയ കാഴ്ചകൾ ഒരുക്കിയും ഈ തമ്പുരാൻ സേവാ സംഘം ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. സാധാരണക്കാരായ ആൾക്കാരെ സഹായിച്ചുകൊണ്ടും അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തമ്പുരാൻ സേവാ സംഘം അക്ഷീണമായി ക്ഷേത്രത്തിൻ്റെ പരിപൂർണ വിജയത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ മറ്റ് സംഘടനകളും ഈ ക്ഷേത്രത്തിൻ്റെ വിജയത്തിനായി അവരാൽ കഴിയുന്ന തരത്തിലുള്ള എല്ലാവിധ സഹകരണങ്ങളും നൽകുന്നുണ്ട്. ഈ ക്ഷേത്രോത്സവത്തിൻ്റെ വിജയത്തിനായുള്ള സ്റ്റേജ് പ്രോഗ്രാമുകൾ സ്പോൺസർമാരെ കണ്ടെത്തി ഈ ക്ഷേത്രോത്സവത്തിന് സമർപ്പിക്കുന്ന നിരവധി പേരും ഈ ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ക്ഷേത്രത്തിലെ ഈ പരിസരങ്ങൾ വൃത്തിയാക്കുന്നതിന് ഒരുപാട് അമ്മമാരും ഈ ക്ഷേത്രത്തിൻ്റെ അന്നദാനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ സഹായിക്കുന്നതിനായി ഒരുപാട് അമ്മമാരും കുടുംബശ്രീകളും അക്ഷയശ്രീകളും ഒക്കെ ഈ ക്ഷേത്രത്തിന് വേണ്ടി ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്.